നമുക്ക് അങ്ങനെയെങ്കിൽ ഒരു വേറൊരു ഒന്ന് വായിച്ചോട്ടെ. മറ്റൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. സോ ഇത് സെക്കൻഡ് പാർട്ടാട്ടോ, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കിയാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഗ്രാഫ് വന്നിട്ട് ദാണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. സോ ഇതുപോലെ വീണ്ടും ഇതേപോലത്തെ ഒരു ഗ്രാഫ് കിട്ടി. ആൻഡ് എന്തൊക്കെയാണ് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസിലും ഉള്ളത്? എക്സ് ആക്സിസിൽ വന്നിട്ട് ഏരിയയും വൈ ആക്സിസിൽ വന്നിട്ട് ഏരിയയും എക്സ് ആക്സിസിൽ വന്നിട്ട് ടൈം. എപ്പോഴും ഓർത്തോണം, ടൈം എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിലാണ് ചെയ്യാറുണ്ട്. തിരിച്ചും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഫണ്ടമെൻ്റലായിട്ടും എക്സ് ആക്സിസിലായിരിക്കും ടൈമും കാര്യങ്ങളും കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഞാനിതിൻ്റെ ഗ്രാഫ് ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ താഴോട്ടാക്കി. സോ ദയവായി വി ഗോട്ട് എ റെക്ടാങ്കിൾ ആൻഡ് അതിൻ്റെ ഏരിയ, അതിൻ്റെ ഉള്ളിലുള്ള ഏരിയ നമ്മൾ ഇതാണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് എന്തായിരിക്കും നമ്മുടെ കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, കാരണം അതൊരു റെക്ടാങ്കിൾ ആണ്. ലെങ്ത് എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്, ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ ടൈമാണ്. ആക്സിലറേഷൻ ഇൻറ്റു ടൈം നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്കറിയാം വെലോസിറ്റി, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ ഇൻറ്റു ടൈം നമുക്ക് എന്ത് തരും? വെലോസിറ്റി അല്ലേ തരുന്നേ? സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? വി വിൽ ഗെറ്റ് വെലോസിറ്റി, വി എന്നെഴുതാം. സോ ഓർത്തോണം, ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ആൻ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വിൽ ഗിവ് അസ് വെലോസിറ്റി. സോ അതിങ്ങോട്ടേക്ക് എഴുതി വെക്കാം. നമ്മുടെ കയ്യിൽ ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് ഉള്ളതെന്ന് വെച്ചോളൂ. ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് എന്ത് തരും? അതിൻ്റെ ഏരിയ നമുക്ക് വെലോസിറ്റി തരും. സോ ദ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ആൻ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വിൽ ഗിവ് അസ് എ വെലോസിറ്റി. നമുക്ക് വേണ്ട ഒരെണ്ണം ചെയ്ത് നോക്കാം, ഒരു പ്രോബ്ലം പോലെ ചെറിയ ഒരെണ്ണം ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ ഇതാണ് ഗ്രാഫ്. സോ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത്തരം ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ ഇത് വന്നിട്ട് ആക്സിലറേഷൻ ആണ്, ഇത് വന്നിട്ട് നമുക്ക് ടൈമാണ്. ഓക്കെ, വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് 0 ആൻഡ് ഹിയർ ഇറ്റ്സ് 20 ആൻഡ് ഇവിടെ വന്നിട്ട് ഇത് 5 ആണ് ആൻഡ് ഇത് 10 ആണ്. ഇത്രയാണ് വാല്യൂസ് നമുക്ക് തന്നെ. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഷേപ്പിൻ്റെ ഒറ്റയടിക്ക് ഒരു ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയത്തില്ല, നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്പല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കട്ട് ചെയ്ത് രണ്ട് ഷേപ്പായിട്ട് മാറ്റും. ഓക്കെ, സോ ഇതിന് താഴെയായിട്ടാണ് 5 വരുന്നത്. സോ നമ്മളതിനെ കട്ട് ചെയ്ത് രണ്ട് ഷേപ്പായിട്ട് മാറ്റി. ഇപ്പം നമുക്ക് ഫെമിലിയർ ആണ്, ഒന്നൊരു റെക്റ്റാങ്കിളും ഒന്നൊരു ട്രയാങ്കിളുമാണ്. സോ അങ്ങനെയെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. ആദ്യം ഏതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? സോ A1 രണ്ടെണ്ണം ഉണ്ടല്ലോ, ഞാൻ A1 എന്ന് വെച്ചു. ഇത് A1, ഇത് A2. ഓക്കെ, സോ A1 കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 5, ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ 20. സോ നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടി. അതുപോലെ A2 കണ്ടുപിടിക്കണം. A2 എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് A2. A2 എന്താണ്? അതൊരു ട്രയാങ്കിൾ ആണ്, ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? ഇതും ഇവിടം തൊട്ട് ഇവിടം വരെ അതെത്ര? 10 - 5 വിച്ച് ഇസ് 5. സോ 5 ഇൻറ്റു ഹൈറ്റ് എത്ര? അതാണ് ഈ ഒരു ദൂരം. ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഇൻറ്റു 20 ടു ഇവിടെ 10 അവിടെ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. സോ ഇത് ടോട്ടൽ ഏരിയ എത്ര എന്ന് കിട്ടും? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് A1 + A2 ആണ്. അത് എത്ര നമുക്ക് കിട്ടുന്നത്? 100 + 50, സോ വിച്ച് ഈസ് 150. സോ നമുക്ക് ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ച്, സോ ആ കിട്ടിയ 150 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമുക്കറിയാം അത് വെലോസിറ്റിയാണ്. സോ 150 m/s എന്ന് എഴുതിക്കൂടെ? സോ അതാണ് നമുക്ക് ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് എന്ത് തരും? അതിൻ്റെ ഏരിയ നമുക്ക് ഇതിനെ തരും. ആരെ തരും? വെലോസിറ്റിയെ തരും. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ എന്തുകൊണ്ട് ഇത്രയും വാല്യൂസ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇതെല്ലാം ഞാൻ മായ്ക്കുകയാണ്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സംശയം തോന്നാം, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതിയേക്കുന്നത് ഫണ്ടമെൻ്റലായിട്ട്. ഓക്കെ, ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടില്ല, ശരിയല്ലേ? അതെന്താ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ കാരണം? വേണ്ടേ, ഇതൊരു ഗ്രാഫാന്ന് വെച്ചു, ഇത് ആക്സിലറേഷൻ, ഇത് ടൈം. ഓക്കെ, ഇതിൻ്റെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. അത് ഞാൻ തീറ്റ എടുത്തു. സോ ടാൻ തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്?
ആക്സലറേഷൻ ബൈ ടൈം. ആക്സലറേഷൻ ബൈ ടൈം അതെന്താണ്? നമ്മൾ അതിനൊരു പ്രത്യേകിച്ച് ഒരു വാല്യൂ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ആക്സലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സലറേഷൻ ബൈ ടൈം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സാധനം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ മുതിരാത്തത്. അതേപോലെ തന്നെ ഏരിയയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ നോക്കിയാൽ അറിയാം, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. എന്തുകൊണ്ട് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടില്ല? സോ വേണമെങ്കിൽ എസ് ടി. സോ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ എസ് ഇൻറ്റു ടി ആണ്. എസ് ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്? എസ് ഇൻറ്റു ടി നമുക്കറിയത്തില്ല, എസ് ബൈ ടി അറിയത്തുള്ളൂ അല്ലേ. എസ് ബൈ ടി വെലോസിറ്റി ആണ്, എസ് ഇൻറ്റു ടി എന്താണെന്ന് നമുക്കറിയത്തില്ല. സോ നമ്മളതുകൊണ്ട് അതും കൺസിഡർ ചെയ്യുന്നില്ല. ആകെ നമ്മൾ ഇത്തരം ക്വാണ്ടിറ്റീസ് മാത്രമേ ഉള്ളൂ ഇത്തരം കേസുകളിൽ കൺസിഡർ ചെയ്യാനായിട്ട് പോവുകയുള്ളൂ. മനസ്സിലായോ? സോ ഇതാണ് ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്തരം കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയെങ്കിൽ വീഡിയോ പോസ്, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു. ഇനിയും എന്തൊക്കെയാണ് ഇനിയും കൂടുതൽ പഠിക്കാനുള്ളത്? ഗ്രാഫുകൾ. ഓരോ ഗ്രാഫും തന്നാൽ, ഓരോ തരം ഗ്രാഫും തന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് വെച്ച് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അതിനായിട്ട്